അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ദിവസേന പുതിയ സംഭവ വികാസങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അറബിക്കടലിൽ നടന്ന ഒരു സംഭവം വീണ്ടും ശ്രദ്ധ പിടിച്ചുപറ്റി. MV സ്റ്റാർ എന്ന പേരിലുള്ള ഒരു വാണിജ്യ കപ്പൽ ഇറാനിലേക്ക് പോകുകയാണെന്ന് സംശയിച്ച് അമേരിക്കൻ മറൈനുകൾ തടഞ്ഞു. കുറച്ചു നേരത്തെ പരിശോധനയ്ക്ക് ശേഷം കപ്പൽ ഇറാനിയൻ തുറമുഖത്തേക്കല്ല പോകുന്നതെന്ന് വ്യക്തമായതോടെ അത് വിട്ടയച്ചു. ഈ സംഭവം മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്ന ഒന്നാണ്. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ശ്രദ്ധേയമായ പ്രസ്താവനയുമായി രംഗത്തെത്തി. ഇറാൻ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണെന്നും ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടുമെന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഇറാൻ ഈ ആവശ്യം എങ്ങനെ അറിയിച്ചുവെന്ന കാര്യം അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. ട്രംപിന്റെ വാക്കുകൾ പ്രകാരം ഇറാൻ സാമ്പത്തികമായും രാഷ്ട്രീയമായും സമ്മർദ്ദം അനുഭവിക്കുന്ന നിലയിലാണ്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിലൊന്നാണ്. ലോകത്തിലെ വലിയൊരു വിഹിതം എണ്ണ ഈ വഴിയിലൂടെ കടന്നുപോകുന്നു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ കടലിടുക്ക് പൂർണ്ണമായി തുറന്നിട്ടില്ല. ഇതാണ് ആഗോള വിപണികളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പാത അടഞ്ഞുകിടക്കുന്നത് എണ്ണവില ഉയർന്നേക്കാനും സാധനങ്ങളുടെ വില കൂട്ടാനും കാരണമാകും. ഇറാനെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക എടുത്ത പ്രധാന നടപടികളിലൊന്നാണ് ഈ കടലിടുക്കുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ. ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് പോകുന്ന ചരക്കു നീക്കം തടയുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിന് മറുപടിയായി അമേരിക്ക ഉപരോധം പിൻവലിക്കുന്നതുവരെ ഹോർമൂസ് തുറക്കില്ല എന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇരുവരും തമ്മിൽ ഒരു പിടിവാശിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ സംഘർഷത്തിനിടയിൽ നയതന്ത്ര നീക്കങ്ങളും തുടരുന്നുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി വീണ്ടും പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കയുമായുള്ള ചർച്ചകളുടെ അടുത്ത ഘട്ടത്തിന് മുന്നോടിയായി ഈ സന്ദർശനം പ്രധാനമാണെന്ന് കരുതപ്പെടുന്നു. അതേസമയം ഇറാൻ മറ്റൊരു ശക്തനായ സഖ്യകക്ഷിയായി റഷ്യയുമായി ബന്ധം ശക്തമാക്കുകയാണ്. ഇതിനിടെ അബ്ബാസ് അരഗ്ചി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കണ്ടുമുട്ടി. ഈ കൂടിക്കാഴ്ചയിൽ ഇറാനിയൻ ജനത അവരുടെ രാജ്യത്തിന്റെ സ്വതന്ത്രത്തിനായി ശക്തമായി നിലകൊള്ളുകയാണെന്ന് പുടിൻ പറഞ്ഞു. ഈ പ്രതിസന്ധി കടന്ന് ഇറാൻ വീണ്ടും സ്ഥിരതയിലേക്ക് മടങ്ങുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പശ്ചിമേഷ്യൻ സമാധാനം കൊണ്ടുവരാൻ റഷ്യ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുവെന്ന് പുടിൻ വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് ഈ സംഘർഷം വെറും രണ്ട് രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നമല്ല, വലിയ രാജ്യങ്ങളുടെ പങ്കാളിത്തമുള്ള ഒരു ആഗോള വിഷയമാണെന്ന് കാണിക്കുന്നു. ഇതിനിടെ യുദ്ധത്തിന്റെ ആഘാതം കൂടുതൽ വ്യക്തമായി പുറത്തു വരികയാണ്. അമേരിക്കൻ മാധ്യമമായ NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന സൈനിക കേന്ദ്രങ്ങൾ, ആയുധ സംഭരണശാലകൾ, കമാൻഡ് സെന്ററുകൾ എന്നിവയെ ഈ ആക്രമണങ്ങൾ ബാധിച്ചു. റൺവേകൾ, റഡാർ സംവിധാനങ്ങൾ, വിമാന ഹാങ്ങറുകൾ, സാറ്റലൈറ്റ് സംവിധാനങ്ങൾ തുടങ്ങിയവയ്ക്കും കേടുപാടുകൾ സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഈ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ കോടിക്കണക്കിന് ഡോളർ ചെലവ് വരുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇതിലൂടെ യുദ്ധത്തിന്റെ സാമ്പത്തിക ഭാരം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാം. അതിലും ശ്രദ്ധേയമായ കാര്യം, ഇറാൻ പഴയ മോഡലിലുള്ള യുദ്ധവിമാനങ്ങളും ഈ ആക്രമണങ്ങളിൽ ഉപയോഗിച്ചതായി റിപ്പോർട്ടുണ്ട്. ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളിടത്തും ഇത്തരം ആക്രമണങ്ങൾ വിജയിച്ചതെന്നത് അമേരിക്കയ്ക്കും ഒരു മുന്നറിയിപ്പാണ്. ഇതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള ബോംബുകൾ കണ്ടെത്തി നീക്കം ചെയ്യാൻ അമേരിക്കൻ നാവികസേന പ്രവർത്തിക്കുന്നു. കടലിനടിയിലെ ഇത്തരം സ്ഫോടക വസ്തുക്കൾ പൂർണ്ണമായി നീക്കം ചെയ്യാൻ മാസങ്ങളെടുക്കുമെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു. ഈ വിഷയത്തിൽ അമേരിക്കൻ പ്രതിരോധ വിഭാഗം പൂർണ്ണമായി വ്യക്തത നൽകിയിട്ടില്ലെങ്കിലും ഇത് എളുപ്പത്തിൽ പൂർത്തിയാക്കാനാവുന്ന ദൗത്യമല്ലെന്നാണ് സൂചന. ഇതോടെ ഹോർമൂസ് പാത പൂർണ്ണമായി സംരക്ഷിക്കാൻ ഇനിയും സമയം വേണ്ടിവരും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.